ഹായ് വെൽക്കം ബാക്ക്. നമുക്ക് ഇന്ന് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണാം. അപ്പോൾ ഇത് ആർമർ 2006 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ബേസിക്കലി ഒരു ഫംഗ്ഷണൽ ഇക്വേഷൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് എക്സ് ബി ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 ആൻഡ് എഫ് ഡിഫൈൻ ഫ്രം എക്സ് ടു എക്സ് ബി എ ഫംഗ്ഷൻ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. എഫ് ഓഫ് 8 9 ആണെങ്കിൽ എഫ് ഓഫ് 9 കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ ക്വസ്റ്റ്യനില് നോക്കിക്കേ, ഇവര് എഫിന്റെ ഒരു എക്സ്പ്ലിസിറ്റ് എക്സ്പ്രഷൻ ഒന്നും കണ്ടുപിടിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ആകെ വേണ്ടത് വെച്ചാല് എക്സ് ബി ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ സാധനം ഇതാ ഇങ്ങനെ തന്നിരിക്കണേ. ഇവര് പറയിക്കണേ എക്സ് പറഞ്ഞ് തന്നിരിക്കണത് എന്താ വെച്ചാല് 8 8 മുകളിലോ ഉള്ള നമ്പേഴ്സ്, അതായത് 8 അതുപോലെ തന്നെ 9 അങ്ങനെ പോകുന്ന സംഭവങ്ങൾ. ഇതാണ് എക്സ്. ഓക്കെ, ഇനി അവർ പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ആൻഡ് അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആയാലും മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇനി അവർ പറയുന്നത് വെച്ചാൽ എഫ് ഓഫ് 9 തന്നിട്ടുണ്ട്. എഫ് ഓഫ് 9 തന്നിരിക്കുന്നത് അതിൻ്റെ വാല്യൂ എഫ് ഓഫ് 8 തന്നിട്ടുണ്ട്. എഫ് ഓഫ് 8ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, 9 തന്നിട്ടുണ്ട്. എഫ് ഓഫ് 9ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ബേസിക്കലി നമ്മളൊരു സീരീസ് ഓഫ് ഈ റിസൾട്ടുകൾ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമുക്ക് അറിയാവുന്ന വാല്യൂ എഫ് ഓഫ് 8 ഇസ് ഈക്വൽ ടു 9 മാത്രമേ ഉള്ളൂ. അതിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കാൻ നോക്കണം. അതാണ് അതിലെ ട്രിക്ക്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതൊരു നല്ല അടിപൊളി ട്രിക്കാണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് 9 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യം എഫ് ഓഫ് 4 + 5 എന്ന് എഴുതാം. നമ്മൾ വയലേറ്റ് ചെയ്യുന്നില്ല നോക്കണം കേട്ടോ. അതിന് നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഓഫ് 4 × 5 എന്ന് എഴുതാം. അത് എഫ് ഓഫ് 20 ആണ്. ഓക്കെ, ഇനി എഫ് ഓഫ് 20നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഇതിനെ നമുക്ക് എഫ് ഓഫ് 16 + 4 എന്ന് എഴുതാം. അഗൈൻ ഇത് ചിന്തിച്ചിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് എന്താ വെച്ചാൽ എഫ് ഓഫ് 16 × 4 എന്ന് എഴുതാം. അൾട്ടിമേറ്റ്ലി എനിക്ക് എഫ് ഓഫ് 8ലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്, കാരണം എഫ് ഓഫ് 8ന്റെ വാല്യൂ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ എഫ് ഓഫ് 16 × 4 എന്ന് പറഞ്ഞ സാധനം എഫ് ഓഫ് 64 ആണ്. ഇനി എഫ് ഓഫ് 64 എന്ന് പറഞ്ഞ സാധനം എഫ് ഓഫ് 8 × 8 ആണ്. എഫ് ഓഫ് 8 × 8 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 16 ആണ്. അപ്പോൾ എഫ് ഓഫ് 8 + 8 എന്ന് എഴുതാം. എഫ് ഓഫ് 8 + 8, അപ്പോൾ അത് എഫ് ഓഫ് 16 ആണ്. ഇനി എഫ് ഓഫ് 16 എത്തിക്കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാം, എഫ് ഓഫ് 4 × 4 എന്ന് എഴുതാം. എഫ് ഓഫ് 4 × 4നെ എഫ് ഓഫ് 4 + 4 എന്ന് എഴുതാം. എഫ് ഓഫ് 4 + 4 എന്ന് പറയുന്നത് എഫ് ഓഫ് 8 ആണ്. അതിൻ്റെ വാല്യൂ 9 ആണ്. അപ്പോൾ 9 ആണ് അതിൻ്റെ വാല്യൂ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ കറക്റ്റ് സ്ട്രിങ് നമ്മൾ എത്തണം. അത് മാത്രമല്ല ഇവർ പറഞ്ഞ കണ്ടീഷൻ വയലേറ്റ് ചെയ്യാത്ത രീതിയിൽ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഇത് ഒരു മെത്തേഡാണ് കേട്ടോ. വേറെ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. ഞാനിത് എഫ് ഓഫ് 9ലേക്ക് എത്തിച്ചു. വേറെ രീതിയിലൊക്കെ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയിരിക്കാം. പക്ഷെ എന്ത് ചെയ്യണം, ഇവർ പറഞ്ഞ കണ്ടീഷൻസ് എന്ത് ചെയ്യാം, വയലേറ്റ് ചെയ്ത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് 9നെ നമ്മൾ എഫ് ഓഫ് 3 × 3 എന്നിട്ട് ഇതിനെ എഫ് ഓഫ് 3 + 3 ഇങ്ങനെ എഴുതാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ എഴുതരുത്, കാര്യം ഇവർ ക്ലിയർ ആയിട്ട് അത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുപോലെ ഫംഗ്ഷണൽ ഇക്വേഷൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്.